ബൺമസ്ക ഇതെന്തത് എവിടെ തിരിഞ്ഞാലും ബൺമസ്ക മാത്രമേ ഉള്ളൂ ഗൈസ്. കുറേ പേർക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാ ഗൈസ്, ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി. ഇതൊക്കെ എന്ത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ, ബണ്ണ്, വനില എസൻസ്, പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത മിൽക്ക് മെയ്ഡ്, ഇത്രയും സാധനം മതി. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ വേണം. അത് കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചോളൂ. 100 ഗ്രാം ബട്ടറിന്റെ മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ ബണ്ണ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒരു 3 ബണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ കുറേ കോരി പാർന്ന് കൊടുക്കൂ ഗൈസ്. അതോ വേണ്ട കേട്ടോ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ വേണ്ടത് വനില എസൻസ് അല്ലേ, അതും അധികം വേണ്ട, കുറച്ച് ഒരിച്ചിരി, ഒരു 4-5 തുള്ളി അത്രയും മതി. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് വിസ്കി അങ്ങോട്ട് എടുത്തോളൂ. നല്ല സോഫ്റ്റ് സ്മൂത്ത് സ്ട്രക്ചർ ആക്കിയിട്ടാണ് വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ബണ്ണെടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടും സോഫ്റ്റ് ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്നും ഇപ്പോൾ സ്റ്റെപ്പായിട്ട് കാണിക്കാനില്ല, എന്നാലും വീഡിയോയിലോട്ട് കിടക്കട്ടെ. ബണ്ണ് കരിയരുത് ഗൈസ്, അപ്പം എനിക്ക് മസ്കല്ല കുസ്ക ഉണ്ടാക്കാൻ പോലും കിട്ടില്ല. പിന്നെ ഈ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ഒരു ബണ്ണെടുക്കുക, കത്തിയെടുത്ത് അതിൻ്റെ വയറണ്ട് കീറി കൊടുക്കുക, അതിന് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം അങ്ങോട്ട് ഫില്ലി കൊടുത്തോളൂ. കുറേ വെക്കണം കേട്ടോ, കുറച്ച് വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്, കുറേ വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇറാനി ചായ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ പറഞ്ഞതല്ലേ. തിളച്ച വെള്ളത്തിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടെടുത്തോളൂ. എന്നിട്ടൊരു 1.5 ടീസ്പൂൺ ചായപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കുന്ന വീഡിയോ ഒക്കെ കട്ടായി പോയി ഗൈസ്. പിന്നെ നല്ലോണം കുറച്ച് സമയം വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ തിളപ്പിച്ച് നല്ല ചൂടുള്ള പാൽ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ആദ്യം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചായന്റെ മിക്സ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രേനെ ഉള്ളൂ. ഇത് ഇറാനി ചായന്റെ ഒതന്റിക് വെർഷൻ ആണെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല കേട്ടോ, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇറാനി ചായ എങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ബണ്ണെടുക്കുക, ചായയിൽ മുക്കുക, കഴിക്കുക, സംഭവം സെറ്റ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ.